ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇതാക്കണ് ഒരുപാട് നോമ്പും മണി കൂടെ ഒക്കെ ആയിരുന്നു കേട്ടോ. നോമ്പും മണി എടുത്താൽ ഇവിടെ ഇങ്ങനെ ഇരിക്കായിരുന്നു. ആ ഒരു ഇരുത്തത്തിലാണിതാ ഇവർ നാലാളും ഞാനൊരു പൊട്ടും കഷ്ണമായിട്ട് ഇട്ടെടുത്തിട്ട് അവരെ കണ്ടപ്പോൾ അപ്പോൾ അതവർ കഴിക്കുകയാണ്. ഇനി കുറച്ച് പാത്രത്തിൽ വെള്ളം കൂടെ അങ്ങോട്ട് വെച്ച് കൊടുക്കണം. എന്നാൽ പിന്നെ അവർ വയറ് നിറഞ്ഞ് നമുക്കതൊരു സന്തോഷം, പഠിച്ചൊരു കൂലിയൊക്കെ കിട്ടുമല്ലോ അല്ലേ. അപ്പോൾ ഇനി എല്ലാവരും വേനൽക്കാലമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ വേനൽക്ക് എല്ലാവരും കിളികൾക്കും കോഴിക്കും പക്ഷികൾക്കൊക്കെ വെള്ളം വെച്ച് കൊടുക്കണം കേട്ടോ. ഒരു നല്ലൊരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുക്കണം. ഡെയിലേക്ക് വെള്ളം നിറച്ച് വെക്കണം. കാരണം നമുക്കൊരു നേരത്തെ ദാഹം നമുക്ക് സഹിക്കാൻ കഴിയില്ല. അതേപോലെ തന്നെയല്ലേ ഇപ്പം വരും ഇവർക്കും തന്നെ നമ്മളെ ഈ നാട്ടിലൊക്കെ ഇപ്പോൾ ഈ മയിലുകൾ, കിളികൾ, അതേപോലെ കുരങ്ങന്, പന്നികളൊക്കെ ഇറങ്ങണ സ്ഥിതിക്ക് അവർക്കും ദാഹവും ഉണ്ടാവും. മറ്റേ പിന്നെ പോയ ഭാഗത്ത് കൂടെയൊക്കെ നടക്കുമ്പോൾ പോയിന്നൊക്കെ വെള്ളം കിട്ടുമെന്ന് വിചാരിക്കും. അപ്പോൾ പിന്നെ അങ്ങനെയൊന്നും അല്ലല്ലോ, ഒക്കെ നാട്ടിൽ കൂടെ ഇറങ്ങിക്കല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ തന്നെ വെള്ളം കൊടുക്കണം കേട്ടോ അവർക്ക്. പാവാണ്. ഒരു നേരത്തെ വെള്ളം ഭക്ഷണമൊക്കെ നമ്മൾ കൊടുത്താൽ അവർക്ക് മനുഷ്യന്മാരിലാരും നന്ദി ഉണ്ടാവും കേട്ടോ. ഈ മൃഗങ്ങൾക്ക്, പക്ഷികൾക്ക് ഒക്കെ ഇങ്ങനെ പറയും, മനുഷ്യന്മാർക്ക് നന്ദി ഇല്ല എന്നല്ല, അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ. അതിനൊന്ന് വാലാട്ടിക്കാണ്ടേലും അവർ പോകും. അതേപോലെ തന്നെ കേട്ടോ ഈ പൂച്ചക്കൊരു പേടിയില്ല കേട്ടോ. കിടക്കണ കണ്ടില്ലേ, കുറേ കരഞ്ഞിപ്പോൾ എന്തോ ചോറിട്ട് കൊടുത്തിന്. അപ്പോൾ അതൊക്കെ തിന്നങ്ങാണ്ട് അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇവരെ ഞാൻ ഒരു കുറ്റിപ്പുട്ടാണ് കേട്ടോ അങ്ങോട്ട് ഇട്ടുകൊടുത്തത്. അത് ഫുള്ള് കഴിച്ചു. മാഷാ അല്ലാ, സന്തോഷമായിട്ടോ. അവർക്കും സന്തോഷം, എനിക്കും സന്തോഷം. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പോൾ വെള്ളം എല്ലാവരും വെച്ച് കൊടുക്കണം കേട്ടോ. കാരണം അത്രയ്ക്ക് വെയിലാണിപ്പോൾ. ഈ വെയിലത്ത് നമ്മൾ ഐറ്റങ്ങളൊന്ന് കണ്ടറിയേ പറ്റൂ. കുറേ ഉണ്ടായാലുണ്ട് കേട്ടോ, ഒരു 8-10 വരലുണ്ട്. എന്നപ്പോൾ ഈ 4 കാണുന്നുള്ളൂ. ഞാൻ അപ്പുറത്തെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. രസമാണല്ലേ മയിൽ പീലി വിടെടുത്തുന്ന കാണുമ്പോൾ അതിലേറെ രസമാണ് കേട്ടോ. പണ്ടൊക്കെ പടച്ചോനെ ഒരു കുരങ്ങനെ, ഒരു മയിലിനെയൊക്കെ കാണണമെങ്കിൽ ഊട്ടി, മൈസൂർ, അതാ വരുന്ന ഒരാൾ കേട്ടോ വരുന്നുണ്ട്. ഒന്നൊന്നല്ല ഞാൻ പറയില്ല, അതാ 2 ആൾ വരുന്നുണ്ട് അതിൽ. പണ്ടൊക്കെ ഞാൻ പറഞ്ഞില്ല, ഊട്ടിക്കും മൈസൂർക്കും കൊടൈക്കനാലിക്കൊക്കെ പോകേണ്ടതിന് ഒരു മയിലിനെ കാണാനും ആനനെ കാണാനും പിന്നെ പന്നികളെ കാണാനൊക്കെ കേട്ടോ. ഇപ്പോൾ ഏതായാലും നമ്മൾ വരിക്കൊക്കെ വരൽ തുടങ്ങി കുട്ടികളൊക്കെ. അതുകൊണ്ട് ഇങ്ങോട്ട് പോയി കാണേണ്ട ഒരാവശ്യമല്ല കേട്ടോ. എല്ലാവരും നമ്മളെ വീട്ടിലേക്ക് അകത്തേക്കൊക്കെ വരൽ തുടങ്ങിയിരിക്കണം. മക്കളെ കാലം പോണ പോക്ക്. അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാ നാളെ ഞാൻ പുതിയൊരു വീഡിയോ വീണ്ടും വരും കേട്ടോ. അപ്പോൾ അതുവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.